മുകേഷിന് കേസില്ല, പെണ്ണിന്റെ കേസിൽ ഗണേഷ് കുമാറിന് കേസില്ല, കടകംപള്ളി സുരേന്ദ്രന് കേസില്ല, പിന്നെ ശ്രീരാമകൃഷ്ണന് കേസില്ല, KT ജലീലിന് കേസില്ല, ഒന്നുമില്ല. ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം മാത്രം എടുത്തിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് മറ്റുള്ള മയക്കണം, അത് മാത്രം ജനങ്ങളെ കേട്ടില്ല. ഈ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തതിന് എപ്പോ ഒളിവിലാണെന്ന് പറയുന്നത്, ഇവർക്ക് എന്താ കണ്ടുപിടിക്കാൻ കഴിയാ? ഇതാ നിന്നെയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത, നീ പോടാ. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, പറഞ്ഞാ സാറേ. രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഒളിവ് പോകാൻ അറിഞ്ഞിട്ടും മറ്റുള്ള നേതാക്കന്മാരെ ഒക്കെ പേരിൽ പരാതി പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ നിലവിലിവിടെ എല്ലാ ജനങ്ങളുടെ ഇടയിലുണ്ട്. മറ്റേ ഒളിവ് പോയി അറിഞ്ഞിട്ട് ഒളിവ് പോയതിനെ കാണുന്നില്ല. എങ്ങനെ ഒളിവ് പോയതിനെ കാണുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആള് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ എത്താൻ പറ്റിയ നേതാവായി എന്നാര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. കേരള പോലീസിന് എന്തുകൊണ്ടാ പിടിക്കാൻ പറ്റുന്നത്? കേരള പോലീസിൽ എന്താ പിടിക്കാൻ പറ്റാത്തതെന്നോ? അല്ല, ഓൻ ഒളിവ് പോയാല് ഇവിടെ ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് മറച്ചു വെച്ചിട്ട് ഇതൊരു വിഷയമാക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്തിന്റെ യഥാർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്താൽ ഈ വിഷയം അവസാനിച്ച് അയാൾ കൂട്ടിലായാലും. സമ്മതിച്ചിരിക്കുന്നു, ചങ്കുറപ്പുള്ളവനാണ് നീ. നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ, കരയിപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ ബലത്തില്. പിന്നെ വേറെ പുതിയ വിഷയം ഉണ്ടാക്കണ്ടേ? തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിനെ വലി ചെയ്തിട്ട് എന്തായി? കല്ല് വരെ എറിഞ്ഞിട്ട് ലാസ്റ്റ് അയാൾ നിരപരാധി എന്ത് വലി ചെയ്ത്? ഇവലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ എന്തും അടിച്ചേൽപ്പിച്ച് ഒരു വോട്ട് കേന്ദ്രം മാത്രമാക്കി മാറ്റുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇവൽക്കുള്ളത്. ഒരു പാർട്ടിന്ന് പോയാണ് കൊല്ലാൻ നടക്കുക, കയ്യും കാലും വെട്ടു എന്ന് പറയാം, പൊരേ കയറി ഭീഷണിപ്പെടുത്തുക, വെള്ളം തരൂല എന്ന് പറയാ, പാർട്ടി കയറി ഇങ്ങോട്ട് എതിർ സ്ഥാനാർത്ഥിയെ റിബലായി നിന്ന് കഴിഞ്ഞാൽ വെള്ളം തരൂല എന്ന് പറയാം. അതൊക്കെയാണ് ഇവരുടെ വിഷയം. വെറും അക്രമ രാഷ്ട്രീയം കേരള ജനത മൊത്തം കാണുന്നത്, അതാർക്കും പറയേണ്ട കാര്യമില്ല. ഇത് അവസാനിക്കും ഈ തെരഞ്ഞെടുപ്പോട് കൂടെ തന്നെ പറയാനുള്ളത്, വേറെ ഒന്നുമല്ല. ഇതിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല, ഇനി ഒരു കാലത്തും തിരിച്ചറിയില്ല. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. വിജയത്തിന് വേണ്ടിയിട്ടാണ് അമ്പലത്തിലെ സ്വർണം കട്ടത്. ഈ ഇവർക്കൊന്നും ദൈവവിശ്വാസമല്ലേ? നമ്മളാണെ പറയും, ഞാനൊരു മുസ്ലിമാണ്, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്, നമ്മളെ പള്ളീൻ്റെതാണ് ഒരു കട്ടത്, നമ്മൾ തീർച്ചയായിട്ടും പറയും. ഇവർക്ക് അതൊന്നും പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർട്ടിയാണ് വലുത്. റിസൾട്ട് ആശുപത്രി ചെന്നിട്ട് അറിയാം. സാരമില്ല, ഇത്രയല്ലേ പറ്റിയുള്ളൂ, അത് തന്നെ ഭാഗ്യം. നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇത്രയും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസം ഓർക്ക് പ്രശ്നമില്ല. ഓര് പറയൂല, ഓർക്ക് പാർട്ടി കഴിഞ്ഞിട്ടൊന്നുമില്ല, ഓർക്ക് വിശ്വാസവും ഇല്ല. അതാണ് ഓലെ പ്രശ്നം. ഇപ്പൊ പറഞ്ഞിട്ടില്ല ഞങ്ങള്, നമ്മൾക്ക് കേരളത്തെ അവാർഡ് കിട്ടിയ ഗിന്നസിൽ പേര് ഒരു അമ്പലം കെട്ടാല്, ഇനിയിപ്പോ കേരളത്തിൽ മാത്രമല്ല പേര്, ലോകത്തല്ല, ഗിന്നസ് ബുക്ക് പേര് വരും. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ.